നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഡിവൈഎഫ്ഐ SFI പ്രതിഷേധം. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. വൻ സുരക്ഷയിൽ പോലീസ് ഗവർണറെ ട്രെയിനിനകത്തേക്ക് കയറ്റി. ആദ്യമ പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക്. വലിയ പ്രതിഷേധമാണ് പാലക്കാട് ഉണ്ടായത്. നിഖിൽ പ്രമേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഗവർണർ ഉള്ളത്. നിഖിൽ, വാർത്താമഴയിലേക്ക് സ്വാഗതം. നേരത്തെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ ഗവർണർ പറഞ്ഞതാണ്, അതിനെ പരിഹസിക്കുകയും ചെയ്തതാണ്. തൊട്ടു പിന്നാലെയാണല്ലോ ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഗവർണർ യാത്ര തിരിച്ചോ നിഖിൽ? തീർച്ചയായും ഉന്മേഷ്, വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേരത്തെ IMA ജംഗ്ഷനിൽ ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ കേവലം 5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹം അതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിഹാസം SFI പ്രവർത്തകർക്ക് നേരെ ഉയർത്തി. അവർക്ക് താൻ ആശംസകൾ നേരുന്നുവെന്നും ഭരിക്കുന്ന പാർട്ടിയുടെ കീഴിലുള്ള അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തൻ്റെ പുറകെ ഓടാനേ നേരമുള്ളൂ എന്നുള്ള പരിഹാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ ഈ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് പാലക്കാട് എത്തിയത്. നമുക്കറിയാം, അത് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിനിടയിലാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. SFI DYFI പ്രവർത്തകരാണ് അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി എത്തിയത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന് അടക്കമുള്ള ആളുകളെ കാണാം. അവരടക്കം ഗവർണർ ഇവിടുന്ന് യാത്രയാവുന്നതുവരെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സഞ്ചരിക്കേണ്ടുന്ന ട്രെയിൻ ഇപ്പോഴും യാത്ര പുറപ്പെട്ടിട്ടില്ല. അമൃത എക്സ്പ്രസിന്റെ A1 കോച്ചിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ ഞാനുള്ള ഈ കോച്ചിലാണ് അദ്ദേഹം ഉള്ളത്. ഈ ട്രെയിൻ യാത്ര തിരിക്കുന്നത് വരെ ഈ പോലീസ് ഇവിടെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിച്ചേർന്നതിന് തൊട്ടു പിന്നാലെ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിച്ചേർന്നതിന് തൊട്ടു പിന്നാലെ സ്റ്റേഷന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു, തടിച്ചുകൂടുകയായിരുന്നു. അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. ഒരുപക്ഷെ പോലീസ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു പ്രവർത്തകർ. നേരത്തെ തന്നെ ഈ സ്റ്റേഷന് പരിസരത്ത് തമ്പടിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് പ്രവർത്തകർ എത്തിച്ചേർന്നതോടുകൂടിയാണ് അവരെ പൂർണ്ണമായി ചെറുക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുൻപിലേക്ക് വരെ പ്രവർത്തകർ ഓടിയെത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച. DYFI പ്രവർത്തകരുണ്ടായിരുന്നു, വനിതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടധികം പേർ പല മേഖലകളിൽ നിന്ന് ഒരു ഇടത്തേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഗവർണർ ഇതുവരെ യാത്ര തിരിച്ചിട്ടില്ല. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഉടലെടുത്ത ഈ SFI ഗവർണർ പോര് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുകയും ഗവർണർ നേരിട്ട് SFI പ്രവർത്തകരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഇത്രമേൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായുള്ള ഒരു പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് ഇന്ന് വൈകിട്ട് IMA ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആദ്യ പ്രതിഷേധം ഉണ്ടായത്. അപ്പോൾ കേവലം 5 പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ കൃത്യമായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇത്രയധികം തൻ്റെ പുറകെ നടക്കൽ മാത്രമാണോ ജോലി, അവരെക്കുറിച്ച് ഓർത്തത് എനിക്ക് പാവം തോന്നുന്നു അവരോട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പൂർണ്ണമായും തൻ്റെ വാഹനത്തെ അവർ ഉപദ്രവിക്കാതിരുന്നാൽ മതി, താൻ പുറത്തിറങ്ങിക്കോളാം എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ആ പ്രകോപനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഒന്നടങ്കം എത്തിച്ചേർന്ന് പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ ട്രെയിൻ പുറപ്പെടും. അതുവരെ സ്വാഭാവികമായിട്ടും പോലീസ് ഇവിടെ പ്രതിഷേധം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. ഈ സ്റ്റേഷന് പുറത്ത് പ്രതിഷേധമുയർത്തിയ പ്രവർത്തകരെ എല്ലാം തന്നെ ഇതിനോടകം തന്നെ ഇവിടുന്ന് നീക്കിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനേറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. കാരണം കാര്യമായി പ്രവർത്തകർ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കൂട്ടമായല്ലാതെ ഒറ്റയ്ക്കാണ് പ്രവർത്തകർ മിക്കതും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് ഗവർണറുടെ വാഹനത്തിന് നേരെയൊക്കെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ പ്രതിരോധിക്കുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഇപ്പോൾ ഞാനുള്ള വിവരങ്ങൾ നൽകിയത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ യാത്ര പുറപ്പെടുകയാണ്. ഗവർണർ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ സമ്മേളനം എന്ന നിലയിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. എക്സാലോജിക് CMRL വിഷയത്തിൽ തുടങ്ങി സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വരെ പ്രതിപക്ഷം നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കും.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള നിയമസഭാ സമ്മേളനം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ സമരം കൂടിയാവും. വലിയ പരിക്കുകളില്ലാതെ സഭ സമ്മേളിക്കാമെന്ന സർക്കാരിന്റെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് എക്സാലോജിക് CMRL വിവാദം ROC റിപ്പോർട്ടിന്റെ രൂപത്തിൽ വീണ്ടും എത്തിയത്. നിയമസഭയിൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധവും ഇതാവും. നവകേരള സദസ്സിന് ശേഷം ആദ്യമായി സമ്മേളിക്കുന്ന നിയമസഭയിൽ യാത്രയും തുടർന്നുണ്ടായ പോലീസ് അതിക്രമങ്ങളും പ്രതിപക്ഷം ചർച്ചയാക്കും. വിലക്കയറ്റവും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സർക്കാരിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അത് ഏറ്റവും സമഗ്രമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഈ സർക്കാരിനെ തലനാരിഴകീറി അവരുടെ നടപടികളെല്ലാം പരിശോധിച്ച് ഇവരുടെ പൊയ്മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പോകുന്ന ഒരു നിയമസഭാ സമ്മേളനം തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും പ്രതിപക്ഷം ചർച്ചയാക്കും. പുതിയ ചില അഴിമതി ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട്. അയോധ്യ വിഷയവും കേരള നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഏറ്റവും ഒടുവിലെത്തിയ മോഡൽ പരീക്ഷയ്ക്കുള്ള പണപ്പിരിവും സർക്കാരിനെതിരെ പ്രതിപക്ഷ ആയുധമാവും. നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസും സർക്കാരിനും പോലീസിനുമെതിരെ പ്രതിഷേധ പരമ്പരകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളും നിയമസഭാ സമ്മേളന കാലയളവിൽ ഉണ്ടാവും. 24 തിരുവനന്തപുരം. എക്സാലോജിക് മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുമ്പോഴും SFIO അന്വേഷണമാകാം. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി അറിയിച്ചു. 2 ആഴ്ചത്തെ സാവകാശം ആവശ്യപ്പെട്ട് കേന്ദ്രം കേസ് ഫെബ്രുവരി 12 മാറ്റി. ജനപക്ഷം സെക്യുലർ നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിരീക്ഷണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണമെന്ന് ഹർജി പരിഗണിക്കവേ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. 2 ROCകളുടെ കണ്ടെത്തൽ ഗൗരവതരമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആവശ്യം. എന്നാൽ CMRL KSIDC അഭിഭാഷകർ ഇതിനെ എതിർത്തു. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷണത്തിൽ കേന്ദ്രത്തിന്റെ മറുപടി കോടതി തേടി. നേരത്തെ കേന്ദ്രത്തോട് അഭിപ്രായം ആരാഞ്ഞതാണെന്നും വൈകിപ്പിക്കൽ എന്തിനെന്നും കോടതി തുറന്നടിച്ചു. ഇതിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുമ്പോഴും SFIO അന്വേഷണമാകാമല്ലോ എന്നും കോടതി നിരീക്ഷിച്ചത്. പിന്നാലെ 2 ആഴ്ച സമയം നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കേസ് ഫെബ്രുവരി 12 വീണ്ടും പരിഗണിക്കും. S. ശ്രീകാന്ത്, 24, കൊച്ചി. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും മുന്നോട്ട് വെച്ചത് മാത്തിക്കുഴ നാടനപ്പള്ളിയാണ്. ഈ മാത്തിക്കുഴ നാടനപ്പള്ളിയുടെ ഭൂമി ഏറ്റെടുക്കാനാണ് കളക്ടർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മാത്യുക്കുഴ നാടനമ്പലയുടെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ അധിക ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. 1 ഇഞ്ച് പോലും കയ്യേറിയിട്ടില്ലെന്നും ഭയപ്പെടുത്താനാണ് സർക്കാർ ശ്രമമെങ്കിൽ പിന്നോട്ടില്ലെന്നും മാത്യുക്കുഴ നാടനമ്പലെ പ്രതികരിച്ചു. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റിലധിക സർക്കാർ ഭൂമിയുണ്ടെന്നാണ് ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ കണ്ടെത്തൽ. റിപ്പോർട്ട് അംഗീകരിച്ച ജില്ലാ കളക്ടർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകി. ഭൂമി കയ്യേറിയിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തകർന്നുപോയി. അവസാന കച്ചിത്തുരുമ്പാണ് സർക്കാർ അധിക ഭൂമി കയ്യേറിയെന്ന കണ്ടെത്തലെന്നും മാത്യു കുഴൽനാടൻ. ഞാൻ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ നിന്നും 1 ഇഞ്ച് സ്ഥലം കൂടുതലായി ഞാൻ കൈവശം വയ്ക്കുകയോ ഞാൻ കയ്യേറുകയോ ഞാൻ മതിൽ കെട്ടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് എനിക്ക് ആദ്യം അസന്നിഗ്ധമായി പറയാനുള്ള കാര്യം. സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയ ശേഷം മാത്യു കുഴൽനാടനെ ഹിയറിംഗിന് വിളിപ്പിക്കും. നിയമ നടപടിയുമായി സഹകരിക്കുമെന്ന് കുഴൽനാടനും വ്യക്തമാക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ MLAക്കെതിരെ വിജിലൻസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്യു കുഴൽനാടൻ ആവർത്തിക്കുമ്പോഴും റവന്യൂ റിപ്പോർട്ട് ഉൾപ്പെടെ തിരിച്ചടിയാണ്. വരും ദിവസങ്ങളിലും സർക്കാരും മാത്യുവും തമ്മിലുള്ള പോര തുടരും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത ബൽറാം വെനങ്ങാട് റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം. ബോംബ് ഭീഷണിയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിലേക്കുള്ള വിമാനത്തിന് ബോംബ് ഭീഷണി എന്നാണ് ഇപ്പോൾ ബൽറാം വെനങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്യൽ. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ED ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്.
ED ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ 11 മണിയോടെയാണ് അഭിഭാഷകനൊപ്പം ബിനീഷ് കോടിയേരി കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളിലാണ് ചോദ്യം ചെയ്യൽ. സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബിനീഷിന് കഴിഞ്ഞയാഴ്ച ED സമൻസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ED ആവശ്യപ്പെട്ടിരുന്നു. ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ 2020 ബിനീഷിനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ കോടതി പിന്നീട് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചിരുന്നു. 24 കൊച്ചി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കിഫ്ബിയുടെ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് ഡോക്ടർ TM തോമസ് ഐസക്കാണെന്നും മസാല ബോണ്ട് ഇറക്കിയതിൽ അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ടെന്നും ED പറയുന്നു. അതേസമയം മസാല ബോണ്ട് കേസിൽ അന്വേഷണം തടയാൻ കിഫ്ബി മനഃപൂർവ്വം ശ്രമിക്കുന്നതായി ED ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബോർഡാണ് തീരുമാനമെടുക്കുന്നതെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ഇതാണ് നിലവിൽ ED തള്ളിയത്. കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക്കാണെന്നും മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് വ്യക്തമായ പങ്കുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. കിഫ്ബിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തോമസ് ഐസക്കിന് കഴിയില്ലെന്നും ഏജൻസി പറയുന്നുണ്ട്. ഇതിനിടെ 10 മാസമായി കിഫ്ബി അടക്കം എതിർകക്ഷികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ED ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. നിയമത്തെപ്പറ്റി പരിജ്ഞാനമുള്ള എതിർകക്ഷികൾ മനഃപൂർവ്വം നിസ്സഹകരിക്കുകയാണ്. എതിർകക്ഷികൾക്ക് സമൻസ് അയക്കുകയെന്നത് നടപടിക്രമം മാത്രമാണ്. അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നത് ശരിയല്ല. സമൻസ് കിട്ടുന്നയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പ്രഥമ ദൃഷ്ട്യാ പറയാനാകില്ല. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിനാണ് വിളിക്കുന്നത്. അതിനോട് സഹകരിക്കേണ്ടത് ഉത്തരവാദിത്വമുള്ളവരുടെ ബാധ്യതയാണെന്നും ED ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജിയിലായിരുന്നു EDയുടെ മറുപടി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോലീസ് അന്വേഷണത്തിലെ മെല്ലപ്പോക്കിനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. സഹപ്രവർത്തകനും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. കൊല്ലം പരവൂർ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ S. അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് കമ്മീഷണർ ഉത്തരവിറക്കിയത്. ACP സക്രിയ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. അനീഷയ്ക്ക് മേലുദ്യോഗസ്ഥനിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കടുത്ത മാനസിക പീഡനമുണ്ടായെന്നും അനീഷയുടെ അമ്മ. കൊല്ലത്തുള്ള DDPയുടെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ആ DDP അന്ന് ഒരുപാട് ആക്ഷേപിക്കുകയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അന്നത്തെ ദിവസമാണ് അവൾ തീർത്തും തകർന്നു പോയത്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർ മുങ്ങി നടക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഇങ്ങനെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചവർക്ക് അതിന് ശിക്ഷ കിട്ടണം. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷൻ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. 24 കൊല്ലം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. ഫോണിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ബീഹാറിലെ ദർഭംഗയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള സ്പൈസ് ജെറ്റിന്റെ FG8496 വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. തുടർന്ന് വിമാനത്താവളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഈ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ച ശേഷം വിശദമായ പരിശോധന ഈ വിമാനത്തിൽ നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രാഥമിക പരിശോധനയിൽ എന്നാൽ അസ്വാഭാവികമായ ഒന്നും തന്നെ വിമാനത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിൽ വന്ന ലഗേജുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്കിലും അസ്വാഭാവികമായ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിമാനത്താവള അധികൃതരിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ ഭീഷണി എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവിനെതിരെ കേസ്. കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു പാൽരാജിന്റെ പരാതിയിലാണ് നടപടി. ടൗണിൽ വെച്ച് കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. പീരുമേട് കോടതിയുടെ അനുമതിയോടെ വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ഈ മാസം 6-ം തീയതിയാണ് പാൽരാജും ഈ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവും തമ്മിൽ ചെറിയ സംഘടനമുണ്ടായത്. ആ സംഘടനത്തിൽ പിതാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാൽരാജ് കയ്യിൽ കരുതുന്ന ഉപകരണം ഉപയോഗിച്ച ഇയാളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നാലെ പാൽരാജും പോലീസിൽ പരാതി നൽകി. ഈ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവ് തന്നെ അകാരണമായി മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ആ പരാതി പോലീസ് നേരെ കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്തു. നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയുടെ പിതാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയല്ല കേസെടുത്തിരിക്കുന്നത്. സംഘടനവുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആ പിതാവിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് ഈ മാസം 27 അവധി പ്രഖ്യാപിച്ചു. അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതുകൊണ്ടാണ് അവധി. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗങ്ങൾ 27 നടക്കുന്നതിനാണ് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കുകയും ചെയ്തു. ഇന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെയും മന്ത്രിയുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. അധ്യാപകരുടെയും ഒപ്പം വിദ്യാഭ്യാസ ഇതുമായി ബന്ധപ്പെട്ട ഡയറക്ടർമാരുടെയും എല്ലാം യോഗമാണ് ചേർന്നത്. ഈ യോഗത്തിലാണ് 27 ക്ലസ്റ്റർ നടത്താൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരെല്ലാം ക്ലസ്റ്ററിൽ പങ്കെടുക്കേണ്ട സാഹചര്യമുള്ളതിനാലാണ് 27 അവധി പ്രഖ്യാപിച്ചത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി. ഈ ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ അധ്യാപകരും ഈ യോഗത്തിൽ പങ്കെടുക്കും. പാഠ്യപദ്ധതി ഉൾപ്പെടെ പരിഷ്കരണം ഉൾപ്പെടെ അധ്യാപകരെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമഗ്രമായ ക്ലസ്റ്റർ സർക്കാർ വിളിക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വാർത്താമഴയിലേക്ക് തിരികെ. ഇടപെട്ട് ഹൈക്കോടതി. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ജോസഫിന്റെ മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജോസഫിന് പെൻഷൻ മുടങ്ങിയോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി തേടി. കേന്ദ്ര സർക്കാർ, സാമൂഹ്യനീതി വകുപ്പ്, കോഴിക്കോട് ജില്ലാ കലക്ടർ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരെ കേസിൽ എതിർകക്ഷികളാക്കും. അതേസമയം സർക്കാരാണ് മരണത്തിന് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ജോസഫിന്റെ മൃതദേഹവുമായി UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജോസഫിന്റെ ആത്മഹത്യയിൽ സർക്കാർ മറുപടി പറയണമെന്ന് MK രാഘവൻ MP. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ഇത് കാണേണ്ടിയിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം കേരളം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ജോസഫിന്റെ വീട് സന്ദർശിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു. ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ശരിയായ അന്വേഷണം വേണം ഈ മരണത്തെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണുള്ളത്? ആളുകൾക്ക് സംശയമുണ്ട്. കഴിഞ്ഞ മാസം പെൻഷൻ 1 ഗഡു നൽകിയിരുന്നെന്നും ഇത് ജോസഫിന് ലഭിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. അതിനിടെ കളക്ടറുടെ ചേംബർ ഉപരോധിച്ച് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചക്കിട്ടപ്പാറ മുതുകാടിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ജോസഫിന്റെ മൃതദേഹം ക്രിസ്തുരാജ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 24 കോഴിക്കോട്. അഴിമതിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയുടെ പേരിൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പണത്തിന് പിന്നാലെ പോയാൽ മനസമാധാനം തകരുമെന്നും ഒരു തരത്തിലുള്ള കമ്മീഷനും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കവടിയാറിൽ റവന്യൂ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അഴിമതിക്കെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷമായ താക്കീത്.
നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ കൈക്കൂലി വാങ്ങുന്നു. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അധപ്പതിക്കരുതെന്ന് മുഖ്യമന്ത്രി. നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ്, ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നു. അപ്പോൾ വിജിലൻസ് പിടികൂടുന്ന അവസ്ഥയാണ് വന്നത്. ഇത്തരമൊരു നിലയിലേക്ക് നാം അധപ്പതിക്കാതിരിക്കണം. ഒരു തരത്തിലുള്ള കമ്മീഷന്റെയും ഏർപ്പാടുള്ള സംസ്ഥാനമല്ല കേരളം. അഴിമതിയുടെ കാര്യത്തിൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർക്കും അതുപോലെ പറയാനാകണം. പണത്തിനു പിന്നാലെ പോയാൽ മനസ്സമാധാനം തകരുമെന്നും മുഖ്യമന്ത്രി. ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിന്റെ പിന്നാലെ പോകാൻ ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അങ്ങനെയായാൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടുകൊള്ളണം. മനസ്സമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസ്സമാധാനം തകരില്ല. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം തകരൂ. പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കും. ഭൂരഹിതരെ ഭൂമിയുടെ ഉടമകളാക്കും. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുമെന്നും യൂണിക് തണ്ടപ്പർ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണം രാഷ്ട്രീയ വിവാദമാകുന്നു. എയർപോർട്ട് മോഷ്ടിച്ചത് CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടമാണെന്ന് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ ആരോപിച്ചു. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ജോസ് കെ മാണിയാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നും അന്വേഷണം വേണമെന്നും ബിനു പുളിക്കക്കണ്ടം ആവശ്യപ്പെട്ടു. LDF ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും പാലായിൽ കേരള കോൺഗ്രസ് എമ്മും CPIM-ഉം നേർക്കുനേർ പോരടിക്കുകയാണ്. കാണാതായ എയർപോർട്ട് CPIM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം മോഷ്ടിച്ചെന്ന് കേരള കോൺഗ്രസ് എം കൗൺസിലർമാർ ആരോപിച്ചതോടെ ഭരണപക്ഷത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണുണ്ടായത്. ആ 9+1 10 ഒഴിവായി, പിന്നെയും കിടക്കുക 16. അതിനകത്ത് ജോസിക്കുട്ടിനെ ഒഴിവാക്കി, പിന്നെ 15. അപ്പോൾ അതിനകത്ത് ഞങ്ങളെല്ലാം പെടും. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ കൃത്യമായ ധാരണയുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അതൊന്നില്ലേ നാളെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയോ കൗൺസിലിൽ പറയുകയോ ചെയ്യാതെ 1 ഇഞ്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റിയല്ല. എന്നാൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് CPIM കൗൺസിലർ പറയുന്നത്. തന്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്നിലുണ്ടെന്നാണ് ആരോപണം. ഇത് ഇല്ലാത്തൊരു സംഭവം. എന്നോട് അദ്ദേഹത്തിനുള്ള പക അത് പാലായിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം 100% അർഹതയുണ്ടായി, ചെയർമാനായിട്ട് അർഹതയുണ്ടായിരുന്നു എന്നെ ആക്കാതിരിക്കാൻ അദ്ദേഹം നടത്തിയ ചരടുവലികൾ 100% രാഷ്ട്രീയ ആരോപണം. അതിൻ്റെ അകത്തൊരു തർക്കവുമില്ല. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ച് എയർപോർട്ട് മോഷണ കേസിൽ CPIM കൗൺസിലറെ കുടുക്കാൻ ശ്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് CPIM കൗൺസിലർമാരുടെയും തീരുമാനം. വരും ദിവസങ്ങളിൽ LDF-ലെ രാഷ്ട്രീയ പോര് രൂക്ഷമായേക്കും. വാർത്താമഴയിലേക്ക് തിരികെ. ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി. ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി. കോൺഗ്രസുമായി തൃണമൂൽ സഖ്യത്തിനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. ഭാരത് ജോഡോ യാത്രയിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്ന മമതയുടെ ആരോപണം കോൺഗ്രസ് തള്ളി. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ കോൺഗ്രസുമായി സഖ്യത്തിനില്ല. തൃണമൂൽ ഒറ്റയ്ക്ക് BJP-യെ നേരിടുമെന്നും മമതാ ബാനർജി പറഞ്ഞു. ദേശീയ തലത്തിലെ സഖ്യത്തിന്റെ കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്ന് പറഞ്ഞ മമത ഭാരത് ജോഡോ ന്യായയാത്രയിലേക്ക് തന്നെ ക്ഷണിച്ചില്ലെന്നും ആരോപിച്ചു. ഇക്കാര്യം തള്ളിയ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു. ബംഗാളിൽ കോൺഗ്രസിന് പരമാവധി 3 സീറ്റുകൾ നൽകാമെന്നും പകരം അസമിലും മേഘാലയയിലുമായി 3 സീറ്റുകൾ വിട്ടു നൽകണമെന്നുമുള്ള ഉപാധി കോൺഗ്രസ് ബംഗാൾ നേതൃത്വം തള്ളിയിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസിന് അറിയാമെന്ന PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സഖ്യമില്ലെന്ന മമതയുടെ നിലപാട്. പഞ്ചാബിൽ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടിക്ക് സഖ്യമില്ലെന്ന് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാൻ വ്യക്തമാക്കി. 24 ഡൽഹി. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.